ഹലോ ഫ്രണ്ട്സ്, ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവൽ വിളയിച്ചതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എനിക്ക്, പക്ഷേ ഞങ്ങൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 500 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. അവൽ വെള്ളയോ അല്ലെങ്കിൽ ഇതുപോലത്തെ നാട്ടിൽ കിട്ടുന്ന ബ്രൗൺ അവലാണെങ്കിലും എടുക്കാം കേട്ടോ. നന്നായിട്ട് അടഞ്ഞ് അതിന് പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമുക്കാണെങ്കിൽ 750 ഗ്രാം നമുക്ക് ശർക്കര വേണം. പിന്നെ ഒരു തേങ്ങയോ അല്ലെങ്കിൽ 1.5 തേങ്ങയോ വരെ നമുക്കത് ചിരകി ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു അരക്കപ്പാണെങ്കിൽ പൊട്ടുകടല വേണം. പിന്നെ ഒരു 1/4 കപ്പ് നമുക്ക് കറുത്ത എള്ള് വേണം. പിന്നെ ഒരു 15-20 നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പ് വേണം. ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഇത് ഒരു കടായിലേക്കോ അല്ലെങ്കിൽ ഉരുളിയിലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യോ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ വേണം ചെയ്യാനായിട്ട്. എല്ലാ സാധനങ്ങളും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസത്തേക്ക് വെക്കുന്നില്ലേ, അപ്പോൾ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളിതുപോലെ ചെയ്യുന്നത്. അവലൊക്കെ തൊട്ട് നോക്കുക. നന്നായി ചൂടായി കഴിയുമ്പോൾ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കാണെങ്കിൽ തേങ്ങ അതുപോലെ ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് കടായിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. 750 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നൂൽപ്പാകം ഒന്നും വേണ്ട കേട്ടോ, അത് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചേക്കുന്നില്ല, അതൊട്ട് നമുക്ക് അരിച്ച് ഈ ശർക്കര മെൽറ്റ് ചെയ്ത് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അരിച്ചിട്ട് വേണേ ആഡ് ചെയ്യാൻ. എന്തെങ്കിലും ഡസ്റ്റോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒരു തള വന്നാൽ മാത്രം മതി. അതിനുശേഷം നമ്മളാണെങ്കിൽ ഈ അവലി വറുത്ത് വെച്ചേക്കുന്നില്ല, അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ലോ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ആദ്യം മിക്സാക്കി കൊടുക്കണം. ആ നേരം കൊണ്ട് നമ്മൾ അവലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് മിക്സായി ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, ലോ ആക്കി വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഏറ്റവും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടും ചെയ്യാം മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെ റെസിപ്പി വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ കാണാൻ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് അമക്കി വെക്കണേ, നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനായിട്ട്. അതിപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു കടായി എടുക്കാം. കടായിലേക്ക് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടും ചൂടായി കഴിയുമ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചേക്കുന്നില്ലായിരുന്നു, അത് 2 പുളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ, കരിച്ചൊന്നും കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പൊട്ടുകടല എടുത്ത് വെച്ചേക്കുന്നത് അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടായി കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കറുത്ത എള്ള് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് 1/4 കപ്പ് അതും കൂടെ അകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരത്തില്ല, ആ സമയം വരെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം ഒന്ന്. അപ്പോൾ ഇത്ര സിമ്പിളല്ലേ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതും മക്കൾക്കാണെങ്കിലും വലിയവർക്കോ അല്ലെങ്കിൽ പ്രായമുള്ളവർക്കാണെങ്കിലും കഴിക്കാൻ പറ്റി നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പി ആയത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വീട്ടിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങൾ എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചേക്കുന്നില്ല, അത് മുഴുവനായിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടിച്ചതും പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ അമക്കി വെക്കുക. റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും എയർടൈറ്റ് ഡബ്ബയിലാണെങ്കിൽ ആക്കി നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന 15-20 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.